Hi friends, welcome back to our channel Salt and Pepper. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതാണെങ്കിൽ എൻ്റെ പേര് റാണി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു കിഡിലൻ ഒരു ഹെയർ മാസ്കുമായിട്ടാണ്. ഈ ഹെയർ മാസ്കിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നിങ്ങളിത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാൻഡ്രഫിന് നല്ലതാണ്, ഹെയർ ഗ്രോത്തിന്, ഇച്ചിനെസ്, നമ്മുടെ സ്കാൾപ്പൊക്കെ നല്ലതായിട്ട് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടിരിക്കും, നല്ല മോയിസ്റ്റഡ് ആയിരിക്കും, മുടി വളരാൻ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ നല്ല സിൽക്കി സ്മൂത്ത് ഹെയർ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നല്ല ഷൈനിങ് ഹെയർ ആയിരിക്കും, നല്ല മാനേജബിൾ ആയിട്ടൊരു ഹെയർ നിങ്ങൾക്ക് ഇതുവഴി കിട്ടും. അപ്പോൾ ഈ മാജിക് ഹെയർ മാസ്ക് ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ബനാന. ഓക്കെ, ബനാന ഒരാള്. പിന്നെ നമുക്ക് വേണ്ടത് എഗ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ഓയിൽ. ഇത് നിങ്ങൾക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. വൈറ്റമിൻ ഇ ഓയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കിട്ടുമല്ലോ അല്ലേ. അടുത്തത് ഹണി. ഞാനിവിടെ ഓർഗാനിക് ഹണിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഹണിയും ഉപയോഗിക്കാം. എൻ്റെ ഹണി കട്ട പിടിച്ചിരിക്കുന്നതാണ്, ഇവിടുത്തെ തണുപ്പ് കാരണമാണ് കേട്ടോ. അടുത്തത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ. കാസ്റ്റർ ഓയിൽ, നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും ഉപയോഗിച്ചാൽ മതി. ഓക്കെ. പിന്നെ ഓടി ചെന്ന് മുറ്റത്തോട്ട് ഇറങ്ങി ചെന്നിട്ട് ഒരു അലോവേരയുടെ തണ്ട് ഇങ്ങോട്ട് പറിച്ചോണ്ട് വരിക. എൻ്റെ അലോവേര തണ്ടിൻ്റെ ആരോഗ്യം കണ്ടു കഴിഞ്ഞാൽ ആരും കരഞ്ഞു പോകും. അപ്പം അലോവേര ഇത് കുഞ്ഞു തണ്ടാണ് തന്നെ ഞാൻ 3 എണ്ണം പറിച്ചെടുത്തേക്കുന്നത്, നിങ്ങൾക്ക് കാണാമല്ലോ ഇത്. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണണ്ടേ. നമ്മുടെ മിക്സിയുടെ ജാർ എടുക്കുക. നമ്മൾ ബനാന ഒരെണ്ണം എടുക്കുന്നു, അത് ഇതിലേക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിരുന്നു കേട്ടോ. നല്ല പഴുത്ത ബനാന എടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കിട്ടും അല്ലേ. ഇനി അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ എഗ്ഗ് കണ്ടോ. കണ്ടോ, എഗ്ഗിനെ ഒരെണ്ണത്തിനെ ചേർത്തു. എഗ്ഗ് ചേർക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ മുടി ഭയങ്കര ഗ്രീസി ആയിട്ട് ഭയങ്കര ഓയിലി ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ആ മഞ്ഞക്കരുവിനെ എടുത്ത് അങ്ങ് മാറ്റിയേക്കുക, അതിനെ അങ്ങ് പൊരിച്ച് തിന്നു. ഓക്കെ, അല്ലെങ്കിൽ വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. ഓക്കെ. നിങ്ങളുടെ നോർമൽ ഹെയർ ആണെങ്കിൽ നിങ്ങൾ 2 ഉപയോഗിക്കുക. നിങ്ങളുടെ ഹെയർ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ എല്ലാം ഉപയോഗിക്കുക. ഇപ്പോൾ വെച്ച് റെഡി കിട്ടിയല്ലോ. ഇനി അടുത്തത് നമ്മുടെ ഹണി. പാവപ്പെട്ട എൻ്റെ ഹണി ഉറഞ്ഞിരിക്കുക, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ കുത്തിപ്പറിച്ചെടുക്കേണ്ടി വരും. നല്ല ഒരു സ്പൂൺ ഹണി എടുക്കുക. ഓക്കെ, ഇത് ഏകദേശം ആയില്ല, ഒരു ശകലം കൂടെ എടുക്കട്ടെ ഞാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഹണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത എന്താണെന്നറിയണ്ടേ, നമ്മുടെ അലോവേരയുടെ ജെല്ല് മാത്രം നമ്മൾ എടുത്തുപയോഗിക്കുന്നത്. നമുക്ക് കടകളിൽ അലോവേരയുടെ ജെല്ലായിട്ട് വാങ്ങാൻ കിട്ടും, പക്ഷേ എനിക്ക് ഒന്നുകൂടി ഇഷ്ടം നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതല്ലേ നല്ലത്. നോക്കിയേ, അത് വരുന്നുണ്ടോ, കണ്ടോ, അത് ഉപയോഗിക്കുക. ഇതിന് എന്നിട്ട് നമുക്കിങ്ങനെ ചീകി എടുത്താൽ മതി. നിങ്ങളൊരു അലവേര അങ്ങ് ഉപയോഗിച്ചു, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും അങ്ങോട്ട് അന്നൊരു ഹെയർ മാസ്ക് കിട്ടും. അമ്മേനെയൊക്കെ പിടിച്ച് നിർത്തി കുരിച്ച് നിർത്തിയിട്ട് തലയിലോട്ട് തേച്ച് കൊടുക്കുക. അവരൊക്കെ വേണ്ടെന്ന് പറയും, എന്നാലും സമ്മതിക്കില്ല, എല്ലാവരും തലയിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് അമ്മമാർ എന്നെ എടുത്ത് പെരുമാറരുത്. നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, നമ്മുടെ കാസ്റ്റർ ഓയിൽ നല്ല തിക്കായിട്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇത് മുടി വളരാൻ ഒത്തിരി നല്ലതാണ്. പെരുകത്തേലും നമ്മൾ കേട്ടിട്ടില്ല, ഐലാഷസിലൊക്കെ ചെറുതായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇതിന് 1 സ്പൂൺ ഇതിനകത്ത് ചേർക്കാൻ പോവാണ്. ഇതാ ഇരിക്കട്ടെ നമ്മുടെ കാസ്റ്റർ ഓയിൽ. ഇനി ഇതിൻ്റെ കുറവുകൊണ്ട് നമ്മുടെ മുടി വളരാതിരിക്കരുത് അല്ലേ. നമ്മളിത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ പാക്കാണ്. ബനാന ഇടുമ്പം തന്നെ നമ്മുടെ മുടി ഭയങ്കര ഷൈനിങ്ങാണ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഇടയ്ക്കൊക്കെ എഗ്ഗ് തല തേക്കാറില്ല. എഗ്ഗ് തേക്കുമ്പോൾ മുടിയുടെ ഷൈനിങ് ഓർത്തേ. അപ്പം നമ്മുടെ ബനാനയും എഗ്ഗൂടെ വരുന്ന അവസ്ഥയെന്ന് ഓർത്തുമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. വെറുതെ പറയുന്നതല്ല, ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോഴും ഞാൻ എന്നെ പരീക്ഷിച്ചിട്ട് മാത്രമേ ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാറല്ലേ. എനിക്കൊരു എയിം എന്ന് പറയുന്നത് എല്ലാവർക്കും ഞാനിടുന്ന വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടണം, അല്ലാതെ ജസ്റ്റ് വ്യൂ കിട്ടാൻ വേണ്ടിയല്ല. എനിക്ക് എല്ലാവരും അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാനിടുന്ന വീഡിയോയ്ക്ക് എന്താ അർത്ഥം അല്ലേ. അതുകൊണ്ടാണ് ഞാൻ, അല്ലാതെ ഇന്നിപ്പോൾ ഇത് തേച്ചു നാളെ രാവിലെ നിങ്ങൾ എഴുതേക്കുമ്പം നിങ്ങൾക്ക് നിലത്തോടെ മുടി എഴയും എന്നൊന്നും ഞാൻ പറയത്തില്ല, അല്ല ഇത്ര ഇഞ്ച് നീളമൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെങ്കിൽ ഇത് മുടിക്ക് ഒത്തിരി നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ്. ഒറ്റ ആപ്ലിക്കേഷനിലൊന്നും മുടി വളരത്തില്ല. നിങ്ങൾ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും നിങ്ങൾ തേക്കുക, 1 or 2 പ്രാവശ്യം തേക്കുക. കാരണം നമുക്കിതിൽ നിന്നൊന്നും ഇതിനകത്തൊന്നും നമ്മൾ അനാവശ്യമായിട്ട് ചേർക്കുന്നില്ല, അല്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ലേ നമ്മൾ ചേർക്കുന്നുള്ളൂ അല്ലേ.
നമ്മൾ ആകെ മാത്രം ചേർക്കുന്ന ഒരു വൈറ്റമിൻ ഇ ഓയിലാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്കിത് വൈറ്റമിൻ ഇ ഒത്തിരി ആവശ്യമുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് മാത്രം ഞാൻ 2 വൈറ്റമിൻ ഇ ഓയിലാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. കാരണം ഇത് കുറച്ചുണ്ടല്ലോ, ഇത് കണ്ടല്ലോ നിങ്ങൾ, കണ്ടോ, ഇത് ജസ്റ്റ് ഡ്രോപ്സ് മാത്രം. അതുകൊണ്ട് ഞാൻ 2 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കാണാനാണെങ്കിലും നല്ല രസമുണ്ട്. ഇതാ വൈറ്റമിൻ ഇ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് മുടി വളരാനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു ഓൾറെഡി. ഇനി എന്ത് ചെയ്യുന്നറിയാലോ, നമ്മുടെ മിക്സിയിലിട്ട് ഇവനെ നന്നായിട്ട് കൊണ്ട് അടിച്ചെടുക്കാൻ പോകും. അപ്പം നല്ല വാട്ടറി ആയിട്ടിരിക്കും. ഇനി നിങ്ങൾ ഓർക്കണോ, ഞാൻ സ്പൂൺ കൊണ്ട് ഉടച്ചോളാം, നല്ല പഴുത്തതല്ലേ, അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ട് പീച്ചെടുക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ തേച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അവിടെ ഇവിടെ ഒരുമാതിരി ലംസ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പാടായിരിക്കും. പക്ഷെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊരു ക്രീമി പരുവത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളിത് മുടി എന്ന് പിടിച്ചു കഴിഞ്ഞ് വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് കളയാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്കിതിനെയാണ് ആദ്യം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത്. ഞാൻ നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ട് ഇവനെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കേ, ടിങ് ടിങ് ടിങ്, കണ്ടോ, നല്ല ക്രീമി ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കാണിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്താ, അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ പൊന്നുമണിയുടെ തലയിലാണ്. അപ്പോൾ അവളുടെ മുടിയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾ തന്നെ കണ്ടു കേട്ടോ. എന്നിട്ട് നിങ്ങൾ തന്നെ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ എൻ്റെ പൊന്നുമണിയുടെ മുടിയിലാണ് ഞാൻ ഇന്ന് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അവിടെ ഹെയർ നിങ്ങൾ കണ്ടല്ലോ, അവിടെ ഒരു നോർമൽ ഹെയർ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഓയിലിയാണ്, അതുമല്ല അത്ര ഡ്രൈ എന്ന് പറയാനും പറ്റത്തില്ല. എന്നാൽ ഏകദേശം ഒരു നോർമൽ ഹെയർ ആണ്. കുറച്ച് താഴത്തെ ഭാഗത്തുനിന്ന് ചെയ്തു വരുവാണെങ്കിൽ നമ്മുടെ എല്ലാ പാട്ടിലും നല്ല ഭംഗിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ പാക്ക് കുറച്ച് ഞാൻ കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് ചെയ്യാം കേട്ടോ. ഇത് തേക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത് എഫക്റ്റാണ് നമുക്ക്. നല്ലൊരു എന്താ പറയുക, ഞാൻ ഒത്തിരി കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. പലർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെർമനൻറ്റ് സ്ട്രൈറ്റനിങ് ഒക്കെ. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഒരു എഫക്റ്റ് ഉണ്ട്, മുടിയെ പിടിക്കുക, മുടി നന്നായിട്ട് അങ്ങോട്ട് വലിഞ്ഞ് നീളുന്നൊരവസ്ഥയും നല്ലൊരു സ്ലീക്ക് എഫക്റ്റ് മുടിക്ക് കിട്ടുന്നത് അന്ന് പറയുന്നൊരവസ്ഥയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നിങ്ങൾ നോക്കണേ, മുടി നോക്കിക്കേ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. മുടി വന്ന കണ്ട ചുരുണ്ട മുടി, അവിടെ എന്നാ ചുരുണ്ട മുടിയാ പൊന്നിൻ്റെത് കണ്ടോ. അവൾക്ക് എൻ്റെ മുടിയും വേവി ഹെയർ ആണ്, ഇച്ചിരി കേളിയാണെന്ന് വേണേൽ പറയാം എൻ്റെ മുടി. പിന്നെ ഞാൻ ഇടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, ഇങ്ങനെ സ്ട്രൈറ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും എൻ്റെ മുടി സ്ട്രൈറ്റിൽ കാണുന്നത്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് കേളി ഹെയറിൻ്റെ ഹെയർ സ്റ്റൈൽ. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മുടിയെ തന്നെ ആയിരിക്കും മിക്കവാറും കാണിച്ചു തരാൻ പോകുന്നത്. കാരണം എൻ്റെ മുടി കേളിയാണ്, അതുകൊണ്ട് പൊന്നിൻ്റെ മുടിയും കേളിയാണ്. അപ്പോൾ നമ്മുടെ ഹെയറിൽ മുഴുവൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 2 സൈഡ് ഞാൻ ചുമ്മാ ഒന്ന് ക്ലിപ്പ് കുത്തി കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷവർ ക്യാപ്പ് അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പൊ നന്നായിട്ട് ഇത് മുടിയെ പിടിക്കുന്നുണ്ട്. നിങ്ങളുണ്ടോ മുടിയുടെ തിളക്കം കണ്ടോ? ഇപ്പൊ തന്നെ നല്ല തിളക്കം നമുക്ക് തോന്നില്ലേ? എന്തായാലും ഇത് ഞാനൊരു 1 മണിക്കൂർ, ഒരു 3/4 തൊട്ട് 1 മണിക്കൂർ വരെ എന്തായാലും ഞാൻ ലീവ് ചെയ്യാൻ പോവുക കേട്ടോ. നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വാഷ് ചെയ്യും. ഈ ഹാഫ് ആൻ അവർ വെക്കാൻ പറ്റത്തുള്ളെങ്കിൽ അത്ര വെക്കുക. എന്തായാലും പൊന്നു ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ തേച്ച് തലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഓക്കെ. അതുകൊണ്ട് ഞാനൊരു 45 to 1 hour ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് തണുപ്പാണെങ്കിൽ ഞാനിത് നേരത്തെ തന്നെ കഴുകിക്കളയും. അത്ര നേരം വെച്ചതിന് ശേഷം ഇത് വാഷ് ചെയ്തതിന് ശേഷമുള്ള ഇതിൻ്റെ എഫക്റ്റ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യണേ. ഉണ്ണിമണിയുടെ തലയിൽ എന്തായാലും തേച്ചു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഉണ്ണിച്ചൂട്ടം നിൽക്കുന്നത്. അവനങ്ങനെ പിടിച്ചിട്ട് അവൻ്റെ തലയിലൂടെ അങ്ങ് തേക്കാൻ പോകും. മുടി കുറച്ച് റഫാ. അവൻ തന്നെ കുളിച്ച് കഴിയുമ്പോഴേക്കും അവൻ ഷാമ്പു അങ്ങനെയൊക്കെ ഇടുന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും അവൻ്റെ തലയിൽ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകും. അല്ല ഉണ്ണിപ്പി, നോക്കിക്കേ, നമ്മുടെ കുഞ്ഞിന്റെ തലയിലും തേച്ച് കൊടുക്കുവാണ്. കുഞ്ഞിക്കാ തലയിലും അവനും കുറച്ചേരം ഇരിക്കട്ടെ. അവനെ ഞാനൊരു ഹാഫ് ആൻ അവറിൽ ഞാൻ അവനെ ഇരുത്തും. ഒരു ഹാഫ് ആൻ അവർ നമ്മുടെ ഉണ്ണിക്കുട്ടനെ ഇരുത്തും. അതിനുശേഷം നോക്കി അവൻ്റെ കുഞ്ഞിത്തലയൊക്കെ തിളങ്ങുന്നുണ്ടാവും. അവനെങ്ങനെ സ്പൈക്കി ആക്കാൻ പോവാ. ഓ, അടിപൊളി സ്പൈക്കി സ്റ്റൈലാണല്ലോ ഇത്. എന്തൊരു സ്റ്റൈൽ, ഫ്രീക്കൻ സ്റ്റൈലാണ് ഇപ്പൊ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കാൻ കുറച്ച് ഇരിക്കുന്നത് എൻ്റെ 1 and only ഹസ്ബൻഡ്. നോക്കിക്കേ, ആ ഇരിപ്പൊക്കെ കണ്ടോ? എല്ലാരും ഹായ് ഹലോ വെച്ചിരിപ്പുണ്ട് കേട്ടോ. എന്ത് സുഖം. ഇവരെല്ലാം ഞാൻ ചാർജ് ചെയ്യട്ടെ.
ഈ കുഞ്ഞുമുട്ട തല എല്ലാവരുടെയും ഞാൻ കഴുകി നോക്കിക്കേ. മുടി തിളങ്ങാൻ തുടങ്ങുന്നുണ്ട്. ഇതിന് നല്ല റഫ് ഹെയർ ആയി എൻ്റെ തല. ഒരു രക്ഷയില്ല ഇതിനെയൊക്കെ കൊണ്ട്. ഇതിന്റെ മുടി നല്ലതായിട്ട് ഇപ്പൊ തിളങ്ങാൻ തുടങ്ങി. എന്താ ഇവരെല്ലാം മുടി എങ്ങനെ വന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവർക്ക് പിന്നെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് പെട്ടെന്ന് തേക്കാം. തേണ്ട് നിങ്ങള് പെൺകുട്ടികളാണ് വീട്ടിലുണ്ടാക്കുന്നെങ്കിൽ പപ്പാമാരുടെയും ബ്രദേഴ്സിന്റെ ഒക്കെ തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. നല്ല സിൽക്കി ആയിട്ട് ഒരു മുടി നല്ല മാനേജബിൾ ആയിരിക്കും, നല്ല സ്മൂത്ത് ആയിരിക്കും കേട്ടോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എന്റെ തലയിൽ മാത്രം ഇതുപോലെ പിടിക്കാൻ ആരുമില്ല. ഇവരെല്ലാരും വന്ന് ഇരുന്ന് തരുന്നത് ഇതുപോലെ. എന്തൊരു ശരിയാന്നൊക്കെ ഒരാളുടെ മുഖത്തെന്നറിയാമോ? ചിരിച്ചു മരിക്കും ഇവിടെ ഒരാള്. ആരും എന്റെ തല തേച്ചേരാനില്ല, പാവം ഞാൻ. പോക്കോളൂ. നമ്പർ 3 ഞാൻ ബില്ലടിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ തല തേച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം എന്തായാലും. ഞാൻ എന്റെ തലയൊക്കെ കഴുകി ഭംഗിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കാണ്. ഞാൻ അബൌട്ട് ഒരു 45 മിനിറ്റ്സ് നമ്മുടെ മാസ്ക് അപ്ലൈ ചെയ്തിരുന്നു. അതിനുശേഷം ഓടിപ്പോയി കഴുകി. നിങ്ങൾ ഒരിക്കലും എന്നെ ഈ രൂപത്തിൽ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് എന്റെ നാച്ചുറൽ ഹെയർ. ഈ മുടിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നോർമലി ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഈ മുടിയിൽ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് വാഷ് ചെയ്തിട്ട് അങ്ങ് ഉണക്കിയിട്ടതാ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. നല്ലൊരു ഹെൽത്തി ലുക്കായിട്ട് എനിക്ക് തോന്നുന്നത്. സ്കാൾപ്പൊക്കെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്, നല്ല മോയിസ്റ്റേഡ് ആയിട്ടിരിപ്പുണ്ട്. എന്താ പറയണ്ടേ, നല്ലൊരു ഫീൽ ഉണ്ട് മുടിയിൽ പിടിച്ചിട്ട്. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾക്ക് കാണാനേ മുടി നല്ലൊരു സ്ട്രോങ് ആയിട്ട് തോന്നില്ലേ. അതുപോലെ തന്നെ നല്ല വോളിമൈസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു ഹെൽത്തി ലുക്കിംഗ് ഹെയർ അല്ലേ, കണ്ടിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിക്കാം നിങ്ങളെ. ഇതുണ്ടോ, എനിക്കധികം ഉള്ളില്ലാത്ത ആളാന്ന് നിങ്ങൾക്ക് അറിയാം. എന്നിരുന്നാൽ പോലും ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുടിക്ക് നല്ലൊരു ലുക്ക് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തോന്നുന്നില്ലേ? അപ്പൊ ഈ മുടിയെ ഒന്നുകൂടെ സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും. മുടിക്ക് നല്ലൊരു ഗ്ലോയിങ് ഫിനിഷ് ഉണ്ട്, നല്ലൊരു സോഫ്റ്റ്നെസ്സും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്റെ ഹെയർ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാൻ പൊന്നുമണിയെ വിളിക്കാം, അവിടെ ഹെയർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അവിടെ ഇപ്പോഴും ടവല് തലേ അഴിച്ചിട്ടേ ഇല്ല. അപ്പൊ നമുക്ക് ആ ലുക്കിൽ അവളെ ഒന്ന് കണ്ടു നോക്കാം. പൊന്നുവിന്റെ മുടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നുമണിയുടെ മുടി നനഞ്ഞു തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതാ നോക്കിക്കേ, നന്നായിട്ട് വെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാൻ കൈകൊണ്ടാണ് കോതിയിടുന്നത്. അവളുടെ മുടിക്ക് നല്ലൊരു ഗ്ലോ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞ് പോലെ ഇപ്പൊ മുടി ഇരിക്കുന്നത്. ആദ്യം കണ്ടാലും നല്ലൊരു തിളക്കം ഹെയറിനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വകന്ന് കഴിയുമ്പോഴേക്ക് നോക്കിക്കേ, അവൾക്ക് ഡാൻഡ്രഫ് ഉള്ള ഒരു വ്യക്തിയാണ്. കുറച്ച് ഡ്രൈ സ്കാൾപ്പാണ്. സ്കാൾപ്പൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അവർക്ക് നല്ല ഫീൽ ഉണ്ട്. നമുക്ക് ആ ചൊറിച്ചിലൊക്കെ പോവും. ഇപ്പൊ തലയിലൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് പാടുകളൊക്കെ ആയിട്ട് ഇരിക്കുന്നവരില്ലേ, അവരിപ്പോ നമ്മൾ ഈ ഹണി എന്ന് പറയുന്ന സാധനം വളരെ എഫക്റ്റീവാണ്. അപ്പൊ ആയാലും പൊന്നുവിന്റെ മുടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ് ഇതൊന്ന് സെറ്റ് ചെയ്യുമ്പോഴേക്ക് എന്നെ ഭംഗിയായിരിക്കുന്നത്. നല്ല ഒന്നുകൂടെ തിളക്കമായിരിക്കും. ഇപ്പൊ നല്ല ഹെൽത്തി ലുക്കിംഗ് ഉണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്റെ ഹെയർ എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഉണക്കി, അതുകൊണ്ടാണ് ഇങ്ങനെ ഉമ്മെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ നല്ല മാനേജബിൾ ആണ്. നോക്കി മുടി നന്നായി, കൈയൊക്കെ നന്നായിട്ട് ഓടിപ്പോകുന്ന രീതിയിലായിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഉള്ള കാര്യം പറഞ്ഞാലോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ മുടി വളരാനൊക്കെ ഒരുപാട് നല്ലതാണ്. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് നല്ല ഹൈ പ്രോട്ടീനും നല്ല കണ്ടൻസ് വൈറ്റമിനും എല്ലാം നമ്മൾ ആഡ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ഉണ്ണിക്കുട്ടനെ കൂടെ കണ്ടാലോ, ഞങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉണ്ണിക്കുട്ടൻ വന്ന് നിൽക്കുന്ന കണ്ട, അവന്റെ മുടിയും ഞാൻ കഴുകി, ഞാൻ തന്നെ ഇന്ന് കഴുകിയത്. നിങ്ങൾക്കുണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ മാസ്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ മതി. ഇനി നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചിന്ത കാണുമായിരിക്കും, ബനാനയുടെ സ്മെൽ ഉണ്ടാവോ അല്ലെങ്കിൽ എഗ്ഗിന്റെ സ്മെൽ ഉണ്ടാവോ എന്നൊക്കെ കേട്ടോ. പക്ഷെ എനിക്ക് ഒരു മണമൊന്നും തോന്നില്ല കേട്ടോ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റ് ആയിട്ട് തീരെ കുഞ്ഞ് എമൗണ്ട് ഓഫ് ഒരു ഷാമ്പു മാത്രം ഒന്ന് ഉപയോഗിക്കുക. ഷാമ്പു ഉപയോഗിക്കാത്തായിരിക്കും നല്ലത്. അപ്പൊ നല്ല ഫുൾ എഫക്ട് നിങ്ങൾക്ക് കിട്ടും. സഞ്ജുയുടെ തലയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. സഞ്ജുപ്പയുടെ തല എങ്ങനെയുണ്ട് മോൻ എന്നാ തോന്നുന്നത്? അവരോട് പറഞ്ഞു, അവരോട് എല്ലാവരും. അല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ ഉണ്ണിക്കുട്ട? എന്നാ എടുക്കണം? Try it right now. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇനി ഒരു തലയും കൂടെ മാത്രമേ നിങ്ങൾക്ക് മിച്ചമുള്ളൂ. ഇതുവരെ തല കഴുകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരേഷിന്റെ തല ഇവിടെ കാണിക്കുന്ന എല്ലാവർക്കും തല റിവീൽ ചെയ്യുന്ന ഹെയർ എല്ലാവരും കണ്ടല്ലോ. ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് തോന്നുന്നു? പൊന്നിന് എന്നാ തോന്നി? ഇഷ്ടപ്പെട്ടു. ഉണ്ണിക്കുട്ടനാ ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ്. ഇതിൽ ഒരു മായോ മറമായോ ഒന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വളരെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.